ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു നെയ്യപ്പമാണ് കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പം. അപ്പോൾ അതിനായി ഞാനിതാ കുറച്ച് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കയ്യിലിന് ഞാൻ രണ്ട് കയ്യിലാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായതെന്ന് പറയുന്നത് ഒരു കയ്യിൽ മൈദപ്പൊടിയാണ് കേട്ടോ. 2 കയ്യിലിന് ഒരു കയ്യിൽ മൈദപ്പൊടി. ഇനി ഇതിലേക്ക് ഇതുപോലെ തന്നെ ഒരു 1/4 കയ്യിൽ റവ കണ്ടോ, ഒക്കെ പകുതി ആയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് മൂന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈ വെച്ച് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കാൻ വെക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഏകദേശം ഒരു 2-3 കഷ്ണം ശർക്കര മാത്രമാണ് ഞാൻ ഒരുക്കുന്നത്. ശർക്കര ഏകദേശം അത് നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആ ചൂടോടെ തന്നെ നമുക്ക് ഇതിലേക്കൊന്ന് അരിപ്പ വെച്ചിട്ട് അരിച്ചു പോരാം കേട്ടോ. അപ്പോൾ അരിപ്പ വെച്ചത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അരിപ്പ കൊണ്ട് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് ഇത് കയ്യിൽ വെച്ച് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം. നമുക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു തിക്നെസ്സിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. ഒന്നാകെ ഒഴിക്കരുത്, കുറച്ചായി ഒഴിച്ചു കൊടുത്താലേ ഇതിൻ്റെ കറക്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഈ ഒരു പരുവെത്തിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഞാൻ കട്ടയില്ലാതെ നന്നായി ഉടച്ച് ഈ ഒരു ലെവലിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ദോശേൻ്റെ ഒക്കെ ഈ ഒരു ബാറ്ററാക്കി കിട്ടാം. ഈ ഒരു ബാറ്ററിലാണ് നമുക്ക് വേണ്ടതെന്ന് പറയാം. അപ്പോൾ അത് നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്വല്പം ഉപ്പ് പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ബേക്കിംഗ് സോഡൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ ഇതിനെ നന്നായി പൊങ്ങി വരും. അതുകൊണ്ട് ബേക്കിംഗ് സോഡ ഒന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. സ്വല്പം ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സ്വല്പം എള്ള്, അതുപോലെ തന്നെ കരിഞ്ജീരകം, അതുപോലെ ഏലക്കായാണ് കേട്ടോ. 3 ഏലക്കായും അതുപോലെ തന്നെ ഇതും ഞാൻ നന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യത്തിന് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്ത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെളിച്ചെണ്ണയിലൊന്ന് അത്യാവശ്യം ഒന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചുവപ്പ് കളർ നിറമാവുന്നത് വരെ കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നന്നായി ഇത് ഏകദേശം നമ്മുടെ മാവ് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നെയ്യപ്പം ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നന്നായി വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കി വരുന്നത്, തിളച്ച വെളിച്ചെണ്ണ നന്നായി ചൂടാക്കി വരുന്ന സമയത്ത് ഇതുപോലെ ഞാനൊരു അരക്കയിലെടുത്തിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൈവായി തന്നെ കാണാം. ഇത് ബേക്കിംഗ് സോഡ ഒന്നും ഇടാതെ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ നെയ്യപ്പം പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ നെയ്യപ്പം പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അത് നല്ല വളരെ സോഫ്റ്റായിട്ടുള്ള നെയ്യപ്പമാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല തിക്നെസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും, ഉറപ്പാണ്.